ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. ജന സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം. ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കണ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഈ സർവീസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ തയ്ച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ടയറിൻ്റെ കണ്ടീഷൻ ഏകദേശം അറ്റപ്പറ്റി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. കുറേ കൂടി വലിയ മഴ പിടിക്കുന്നേക്കാൾ മുമ്പ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഹബിൻ്റെ ഭാഗത്തിൽ വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ. ആ വീൽ ബെയറിംഗ് ഒക്കെ ഓക്കെയാണ്, ബാക്കിലത്തെ വീൽ റബ്ബറൊക്കെ ഓക്കെയാണ്. പിന്നെ അതേപോലെ ചെയിൻ ലൂസ് ഉണ്ട് ചെറുതായിട്ട്, അതൊന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നിലവിലിപ്പോൾ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ ജന സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിൽ അഴിച്ചാൽ മതി. കാരണം ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോൾ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വണ്ടിയുടെയും കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് എന്തായാലും വരും, വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻസിലേക്ക് വരും. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. നമ്മളിപ്പോൾ കയറി അഴിക്കേണ്ട. ചിലപ്പോൾ ഇപ്പോൾ കയറി അഴിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഓവർഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ പരമാവധി ഓടിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു വിടുന്നുണ്ട്. കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിലുള്ള വർക്കല്ല, നമ്മൾ അഡീഷണലായിട്ട് ചെയ്യേണ്ട വർക്കാണ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റുന്നുണ്ട്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കോൺസെപ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. ചെറിയൊരു അടിയുണ്ട്, നമുക്ക് ടൈറ്റ് ചെയ്തിടാം, കുഴപ്പമില്ല. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നോക്കി നല്ല അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഉപയോഗിക്കേണ്ടതല്ല, പുതിയ പാഡാണ്. പിന്നെ അതേപോലെ ബ്രേക്ക് ഫ്രണ്ടിലത്തെ സ്പാർക്ക് പ്ലഗും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ബ്രേക്കിൻ്റെ കാളിപ്പർ ബ്രാക്കറ്റാണ്, അതൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. 2023 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് കേട്ടോ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആംപിയറാണ് ബാറ്ററി കപ്പാസിറ്റി. ഇപ്പോൾ അതും കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. 12.87 റേഞ്ച് വോൾട്ട് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ലോഡിലേക്ക് വിടുമ്പോൾ 8.95 തന്നെ കേട്ടോ. 8.95 എന്ന് പറയുമ്പോൾ ഒരു അല്പം കുറവായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ 8.5 വോൾട്ടിൽ താഴേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്, സെൽഫ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിലവിൽ ഏകദേശം അതിൻ്റെ ഒരു ബോർഡർ ലൈനിലേക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോർമൽ പെടുത്തിയെന്നുള്ളൂ, കംപ്ലയിൻസ് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ. പിന്നെ ജനറലായിട്ടുള്ള സർവീസാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടേക്കൂട്ടോ.